നമസ്കാരം. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടിസ്ഥാന ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറുത് ഗോവയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറവ് സിക്കിമിലുമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ബീഹാറിലും ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു, ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയുമാണ്. ഇന്ത്യയുടെ ഏറ്റവും കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരയാന രേഖയാണ്. 23.5 ഡിഗ്രി വടക്കാണ് ഉത്തരയാന രേഖ. ഉത്തരയാന രേഖ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ, അത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്, അത് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി, അത് ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബിത്തു, അത് അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ. ഇന്ത്യയിൽ പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി കാഞ്ചൻജംഗ, അത് സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാർ തടാകം, അത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തെക്കേറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. വനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും വനം ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹരി അണക്കെട്ടും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ടുമാണ്. തെഹരി അണക്കെട്ട് ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലും ഹിരാക്കുഡ് അണക്കെട്ട് ഒഡീഷയിൽ മഹാനദിയിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി കൊച്ചി ഹൈക്കോടതിയും ആൻഡമാന്റെ ഹൈക്കോടതി കൊൽക്കത്ത ഹൈക്കോടതിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല, അത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ വന്ന വർഷം 1853 കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ വന്ന വർഷം 1861 ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവിനെയാണ്.